Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. നമ്മൾ കൂണൊക്കെ വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള കൂൺ തോരനും കൂൺ കറിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ചപ്പാത്തിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു മഷ്റൂം കറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാൻ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് നോർത്ത് ഇന്ത്യൻ മഷ്റൂം കറിയാണ്. നമുക്കിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. പണ്ടൊക്കെ നമ്മളുടെ വീടുകളിൽ ഇത് ഓരോ സമയത്ത് ഇങ്ങനെ ഒക്കെ കിട്ടുന്നതായിരുന്നു. ഇപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ് നമ്മളുടെ മഷ്റൂം കൂണ്. ഇതങ്ങനെ പുറത്തുനിന്ന് മേടിച്ച കൂണാണ് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് വേണ്ടത് ഒരു 2 ഉള്ളി ചോപ്പ് ചെയ്തത്, സവാള ഉള്ളി ചോപ്പ് ചെയ്തത്, 2 തക്കാളി, ചെറിയ തക്കാളിയായിരുന്നു, അതുകൊണ്ട് 2 തക്കാളി, അതും നന്നായിട്ട് മിക്സിയിൽ ഒന്ന് പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ട ഐറ്റംസ്, വേറെ ഐറ്റംസ്. പിന്നെ ഇതെടുത്ത് വെച്ചേക്കുന്നു ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. 1.5 ടീസ്പൂൺ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാലിൻ്റെ മേളിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, മലൈ, അതാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം അതിനകത്തൊരു കട്ടി കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മളൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ചു. നമ്മളിനി കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ആവശ്യമുള്ള എണ്ണ എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം എത്ര വേണം എന്നുള്ളത്. എണ്ണ ഒന്ന് ചൂടാകാൻ എടുക്കുന്ന സമയം. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ മലയാളികൾ കടുക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അവിടെയുള്ളവർ ഉപയോഗിക്കുന്ന ഒന്നാണ് ജീരകം കേട്ടോ. അപ്പം ജീരകം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എൻ്റയർലി മാറ്റമുണ്ട്. അതിൻ്റെ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു ലുക്കും ഒക്കെ ഇത് കുറച്ച് വ്യത്യാസമാണ്. നമ്മളുടെ സാധാരണ സൗത്ത് ഇന്ത്യൻ കറി ഉണ്ടാക്കുന്നതിലും വ്യത്യാസമാണ്. അപ്പോൾ ജീരകം ഒന്ന് കടുക് പൊട്ടാൻ ഒച്ചയൊന്നും കേൾക്കില്ല, എന്നാലും ഒന്ന് പൊട്ടി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ചെയ്തതിന് ശേഷം ജീരകം ഒന്ന് പൊട്ടി, അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഉള്ളി, ഇത് മിക്സിയിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്താണ് കേട്ടോ, ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ ഈ ഉള്ളി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഞാൻ ഇതിനകത്ത് എന്താ പറയുക, കുറച്ച് ഗ്രേവി, ചപ്പാത്തിക്കുള്ള കറി ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ. ഇതൊക്കെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ബ്രൗൺ ആവുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ചേർക്കാനുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും. നമ്മൾ ഉള്ളി ഒരുമാതിരി വഴന്നിട്ടുണ്ട്. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തു. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്താണ് കേട്ടോ കൂണൊന്ന് കഴുകി എടുത്തത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുമായിരുന്നു ചെയ്തത്, ക്ലീൻ ചെയ്തതിന് ശേഷം കേട്ടോ. കാരണം അതിനകത്ത് കൂണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെച്ചാൽ അതിന് വേണ്ടിയിട്ട് അത് ചെയ്തത്. ദെൻ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു മല്ലിപ്പൊടി, പൊടിച്ച മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി ചേർത്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി, നമ്മൾ എപ്പോഴും പൊടികൾ ഉപയോഗിക്കുമ്പോൾ സിമ്മിൽ ഇട്ടതിന് ശേഷം പൊടികൾ ഇടുക. ഇതൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതാണ്. പിന്നെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കരിച്ച് കളയരുത്. കാരണം ഇതിനകത്തൊന്ന് അടി പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. ദെൻ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു മുളക് പൊടി നിങ്ങളുടെ എരിവിന്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്തിലാണ് നമ്മൾ ഇഞ്ചി പച്ചമുളകാണ്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെയാണ് പിന്നെ നമ്മുടെ മുളക് പൊടി യൂസ് ചെയ്യേണ്ട. പിന്നെ കളർ കിട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ കുറച്ച് കാശ്മീരി, കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ. അത് പൊടികളെല്ലാം മൂത്തു. ഇനി നമ്മൾ ചേർക്കുന്നു നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി. ഒരു സാധനം നമ്മൾ ചേർത്തില്ല കേട്ടോ, ഉപ്പ് അത്യാവശ്യത്തിന് നമ്മുടെ കറിക്ക്, നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ വീടിൻ്റെ ടേസ്റ്റിന് പറ്റിയ ഉപ്പ് കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തോളുക. ഉപ്പ് കൂടി ഇട്ടു.
ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ നമ്മളുടെ മസാലയെല്ലാം മൂത്ത് നല്ല ഇതായിട്ടുണ്ട്. ചെറിയൊരു ചുമയുടെ ഒക്കെ വരുന്നുണ്ട്, കാരണം ശരിക്കും ഇതായി, അതുകൊണ്ടാണ് അതുപോലെ വന്നത്. പിന്നെ നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കൂണ്, മഷ്റൂം, അത് ഇതിനകത്തേക്ക് ചേർക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത്, ഞാൻ 2-3 പ്രാവശ്യമായി പറയുന്നു, ചപ്പാത്തിക്കുള്ള കറിയാണ്. അപ്പോൾ ഇത്തിരി ഗ്രേവി നമുക്ക് ആവശ്യമാണ്. ഒരു 3/4 കപ്പോളം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളപ്പിച്ച വെള്ളമാകുമ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടി സ്മൂത്ത് ആവാൻ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ ബെറ്റർ. ഈ സമയത്ത് നിങ്ങളുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി എത്ര വേണം എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം ഇതൊന്ന്, ഈ കൂണൊന്ന്, മഷ്റൂം ഒന്ന് വെന്ത് കിട്ടാനുള്ളൊരു സമയം കൊടുക്കുക. ഒരു മൂടി വെച്ച് നന്നായിട്ട് അടച്ചു കൊടുക്കുക. ഇത് 5 മിനിറ്റോളം മൂടിയിരുന്നു വേവട്ടെ. നമ്മൾ ഒരു 5 മിനിറ്റോളം, 5-6 മിനിറ്റോളം നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ ഇളക്കി നോക്കുക. കണ്ടോ, അപ്പം നമ്മൾ തിക്കായിട്ടുള്ളൊരു കറിയായി കിട്ടി. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാല, നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തെങ്കിലും ഗരം മസാല നമ്മൾ ചേർത്തില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ സ്പൈസിനെസ് എന്ന് പറയുന്നത് ഗരം മസാലയാണ്. ഗരം മസാല കൂടി ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഗ്രേവിയുള്ള കറിയല്ല കേട്ടോ ഇതിങ്ങനെ ഒരു തരം കുഴഞ്ഞിരിക്കുന്ന കറിയാണ്. അപ്പം നമ്മളുടെ ഗരം മസാല കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മലൈ എന്ന് പറയുന്നത് ഇനി മനസ്സിലാവാത്തൊക്കെ, ഞാൻ ആദ്യം മലൈ എന്ന് പറയണ്ടായിരുന്നു. മലൈ എന്ന് പറയുന്നത് നമ്മൾ പാലിൻ്റെ മേളിലുള്ള പാട എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ്, ഇനി അതിന് കൺഫ്യൂഷൻ വേണ്ട, അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനും ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ടിപ്പാണ് കേട്ടോ ഇത്. കാരണം ഇത് ഭയങ്കര അത്ര നെയ്യ് പോലെയുള്ളത് തന്നെയാണല്ലോ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് കസൂരി മേത്തിയുടെ ഇല, ഉലുവയുടെ ഇല കൂടി ചേർത്തതിന് ശേഷം ഓഫ് ചെയ്തു. ഇനി തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ കിടുക്കാച്ചി മഷ്റൂം മസാല റെഡിയായി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പ്രോക്കുലീനയുടെ ഡിഷ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ മഷ്റൂം മസാലയാണ്. മഷ്റൂം കറിയാണ്, നോർത്ത് ഇന്ത്യൻ മഷ്റൂം കറി. നമ്മൾ പല രീതിയിൽ കൂൺ നമ്മൾ പല രീതിയിൽ തോരനായിട്ടും കറിയായിട്ടൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട്, നമ്മുടെ സ്റ്റൈലിൽ കേട്ടോ, കേരള സ്റ്റൈലിൽ. ഇനി നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നോർത്ത് ഇന്ത്യൻ കറി, ചപ്പാത്തിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ മഷ്റൂം കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നീ ഒന്ന് ഇൻട്രോ പറഞ്ഞടാ, ഒന്ന് പറയടാ, കേക്കട്ടാ. വെൽക്കം ടു പറയടാ, എടാ പറയടാ, എടാ ഒന്ന് പറയടാ.